ഹായ് ഫ്രണ്ട്സ്, വാവച്ചി ഫാമിലീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേക്കും ഒരു കുഞ്ഞു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ പരിഹരിക്കുന്നത് എങ്ങനെയാണോ ആ വിഷയങ്ങളെ പരിഹരിക്കുന്നത്, അതിലൂടെയാണ് നമുക്ക് വിജയം കണ്ടെത്തുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യനെ കോപവും അതുപോലെ തന്നെ കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ശമിച്ചതിന് ശേഷം മാത്രമാണ് അതുണ്ടാക്കിയ നാശം എത്രയെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വഴക്ക് വെച്ച് ബഹളം ഉണ്ടാക്കി ഒരുപാട് വിഷയങ്ങളുണ്ടാകും. ആ സമയത്ത് നമ്മുടെ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിയും എന്ത് ചെയ്യും, അതുപോലെ നമ്മൾ സംസാരിക്കുന്നതിന് ഓപ്പോസിറ്റായി സംസാരിക്കുമ്പോൾ ആ പ്രശ്നം, ഒരു ചെറിയ പ്രശ്നം വലുതായി കൊണ്ടേ പോകും. അപ്പോഴേക്കും അതെല്ലാം നമ്മൾ സംസാരിച്ച് കുറേ നേരം കഴിയുമ്പോഴാണ് ഈ സംസാരിച്ച ആൾ എന്താണ് പറഞ്ഞത് അറിയില്ല, പക്ഷെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾ എന്താണ് പറഞ്ഞതെന്ന് ഒരിക്കലും അയാളുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല. ആ കാരണത്താൽ തന്നെ പല വിഷയങ്ങളും പല ബന്ധങ്ങളും ഇന്ന് തകർന്നു പോണത് നമ്മൾ പറയുന്ന വാക്കുകളിലൂടെയാണ്. അപ്പോഴേക്കും കോപം വന്നാൽ, പ്രത്യേകിച്ച് നമുക്ക് ദേഷ്യമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് വലിയ വിഷയത്തെയും നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിഷയങ്ങൾ നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. അവ നമുക്ക് ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം. ഫോർ എക്സാമ്പിളായി, നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ ക്ലാസ്സിൽ, ഒന്നിൽ 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ അവർക്ക് നല്ല ഒരു ഉന്നത വിജയം കിട്ടി. നമ്മൾ എന്ത് ചെയ്യും, അപ്പം നമ്മൾ അമിതമായിട്ട് സന്തോഷിക്കും. ആ സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ഒരു ഫീലിങ്സ് ഉണ്ടാകും. ആ ഫീലിങ്സ് നമുക്ക് ആരുടെടുത്തും തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രത്തോളം ആ വിഷയം അപ്പോഴും നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന സന്തോഷം അല്ലെ ആ ഫീലിങ്സ് നമുക്കൊരിക്കലും തൊടാനോ കണ്ണുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തന്നെ കഴിയില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലവിധ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ വഴക്ക് പറഞ്ഞ ശേഷം അവരെ ഒന്ന് സ്നേഹിക്കുക അല്ലെ ആശ്വസിപ്പിക്കുക. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. പക്ഷെ നമ്മളത് അവര് പിണക്കത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഒന്ന് തലോടുക, വാത്സല്യത്തോടെ ഒരു വാക്ക് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോഴും നമ്മുടെ മനസ്സിനകത്തുള്ള സ്നേഹമായാലും കരുതലായാലും ഒരിക്കലും അത് ഒളിച്ചു വെക്കാൻ പാടില്ല. ഏത് സമയത്താണോ അത് പുറത്ത് കാണിക്കാനുള്ള ഒരു അവസരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളടുത്തായാലും നമുക്കുണ്ടാകുന്ന സഹോദര ബന്ധങ്ങളിലായാലും ഏതിലായാലും ശരി, നമ്മൾ പരസ്പരം ഉള്ള സ്നേഹവും സന്തോഷവും കരുതലും സൂക്ഷിക്കുക. അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസുമായി കാണാം. അപ്പോഴേക്കും എൻ്റെ വീഡിയോ മറക്കാതെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ.